കെട്ടിയൊരുങ്ങി ഈ നടപ്പ് നടക്കുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. ഓട്ടോ കിട്ടാത്തത് കാരണം നടക്കുകയാണ്. വഴിക്കുന്ന എവിടുന്നേലും ഓട്ടോ കിട്ടിയാൽ കയറാന്നും കരുതി. ഏട്ടൻ്റെ വണ്ടി ഓടിക്കാനുള്ള മടിപ്പ് കാരണം കേട്ടോ ഈ നടപ്പ് നടക്കേണ്ടി വന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓട്ടോയൊക്കെ കിട്ടിയിട്ടോ. ഛത്തീസ്ഗഡിൽ വന്നതിന് ശേഷം 2 ആഴ്ച കൂടുമെങ്കിലും ഇവിടുത്തെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. ഈ കാണുന്നതാട്ടോ ഇവിടുത്തെ അമ്പലം. നവരാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിലെത്തി അങ്ങോട്ട് കയറുമ്പം തന്നെ നമ്മളെ നാട്ടിലെ ഒരുപാട് ദൈവങ്ങളുടെ രൂപങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരെ ആരാധിക്കുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് ഇവിടുത്തെ അമ്മയാണ്. ദന്തേശ്വരി അമ്മ എന്ന് പറയും. അതാണ് ഇവരുടെ ആരാധനയായിട്ടുള്ള ദൈവം. പക്ഷേ ഇവർക്ക് ശിവരാത്രി, നവരാത്രി എന്നൊക്കെ പറയുന്നത് വലിയ പൂജയും ആഘോഷങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ഭക്തിയുള്ള ആളുകളാണ്. ഇവിടെ വന്നതിന് ശേഷം പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ തന്നെ ചിന്തിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കേട്ടോ. നമ്മൾ ഈ വാങ്ങി കയ്യിൽ വെച്ച് പോകുന്നത് ദേവിക്ക് കൊടുക്കാനുള്ളതാണ്. അവിടെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഭാഗം നമുക്കവർ തിരിച്ചു തരും. ഇവിടെയുള്ള എന്തൊക്കെ പറഞ്ഞാലും അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് ഒരു പ്രത്യേക തരം പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകണമെന്ന് തന്നെ ചിന്തിച്ചു പോകും. അത്രയും ഭംഗിയും മനസ്സിന് വല്ലാത്തൊരു ഫ്രഷ് ഫീലിങ്ങും കിട്ടും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ അമ്പലമൊക്കെ പോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെയുള്ള ആഘോഷ സമയങ്ങളിൽ ഏത് സമയമാണെന്നറിയില്ല, പലരും ദൂരെ നിന്ന് വരുന്നത് മുട്ടിലിഴഞ്ഞും അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്നുമൊക്കെയാണ് ഇവിടെ അമ്പലത്തിൽ എത്തുന്നത് കേട്ടോ. ആ കാഴ്ച കാണുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. മുട്ടിൽ നിന്ന് ചോരയൊക്കെ വന്നിട്ടാട്ടോ ഇവർ ഈ അമ്പലത്തിൽ എത്തിപ്പെടുന്നത്. പലരും പല വഴിക്കിലും നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ സമയം എടുത്തുകൊണ്ടാണ് ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടുന്നത്. അത്രയും വലിയ ക്ഷേത്രമാണ് ഈ ജില്ലയിലെ ഈ ദന്തേശ്വരി ക്ഷേത്രം. ഇവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കാണെന്ന് മനസ്സിലായി. ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം ക്യൂവിൽ കയറി നിന്നു. ഞങ്ങൾ പിന്നെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ ബാക്കിലേക്ക് അങ്ങ് ക്യൂ അങ്ങ് നിരന്ന് കൂടി കേട്ടോ. കുറച്ചും കൂടി വൈകിയാൽ ചെന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ തന്നെ കഴിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ വിചാരിച്ചു ഫോട്ടോ എടുക്കുകയാണെന്ന്. അപ്പോൾ അതിനനുസരിച്ച് പോസ് ചെയ്ത് നിന്ന് തന്നതാട്ടോ നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് ഉള്ളിലെത്തിയെങ്കിലും അങ്ങോട്ടേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത്. ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിയിട്ടോ. നമ്മൾ അവിടെ ദേവിക്ക് കൊടുത്തതിൻ്റെ പാതി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടോ. അതും കഴിച്ച് നമ്മൾ അങ്ങനെ നടന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും പുറത്തേക്ക് വന്നതല്ലേ, നമുക്കൊരു കോഫി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. അങ്ങനെ കോഫി ഷോപ്പിലൊക്കെ പോയി കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.